അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപകമായി ബാധിക്കുമ്പോഴും ജലാശയങ്ങൾ ശുചീകരിക്കാനുള്ള നടപടികളിൽ മെല്ലെ പോക്ക് തുടർന്ന സർക്കാർ രോഗം കണ്ടുപിടിച്ച കുളങ്ങൾ വൃത്തിയാക്കിയെന്ന് വരുത്തി ഫ്ലെക്സ് വെച്ചതല്ലാതെ പിന്നീടൊന്നും സംഭവിച്ചില്ല. വാട്ടർ അതോറിറ്റി കൂടി വെള്ളം ശേഖരിക്കുന്ന ജലാശയങ്ങൾ പോലും മലിനമാണെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും കോഴിക്കോട് നിന്ന് ശിവദാസ് കന്മനവും ചേരുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി നമുക്ക് ആദ്യം പ്രശാന്തിലേക്ക് പോകാം. പ്രശാന്ത്, വലിയ രീതിയിൽ ആശങ്ക പടർത്തിക്കൊണ്ടാണ് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നത്. ഇതിനോടകം തന്നെ 5-ലധികം പേരുടെ ജീവനും നഷ്ടമായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും കാര്യക്ഷമമായ ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഉറവിടം കണ്ടുപിടിക്കാൻ പോലും ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും 1-2 കുളങ്ങൾ വൃത്തിയാക്കി ഫ്ലെക്സ് വയ്ക്കുന്നതിൽ മാത്രമാണ് ഇവർക്ക് താല്പര്യം എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? രോഹിണി, ആരോഗ്യവകുപ്പിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് വസ്തുതയാണ്. കാരണം രോഗം പിടിപെട്ട്, അതായത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷവും ഈ വർഷവും 2024-2025 വർഷമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. കൂടുതൽ പേർ ബാധിതരാകുന്ന സാഹചര്യവും ഉണ്ടാകുന്നത് അത് 2025 ഈ വർഷമാണ്. എന്നാൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്ന നടപടികൾ അതാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്നത്. കാരണം ഈ വിഷയത്തിൽ ഒരു ഗൗരവം ഇതുവരെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല. കാരണം ഈ രോഗം പടർന്നു പിടിക്കുന്നത് മലിനമായിട്ടുള്ള ജലം അല്ലെങ്കിൽ ജലാശയങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുന്നത് മൂലമൊക്കെയാണ് എന്നാണ് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കാനുള്ള കാരണം ഉണ്ടാകുന്നത്. എന്നാൽ അതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ജനങ്ങളുടെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ ആഴ്ച ഏതെങ്കിലും രോഗബാധിതരാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആശങ്ക പരിഹരിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെ ഒരുക്കണം അല്ലെങ്കിൽ തുടർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ചില സ്ഥലങ്ങളിൽ ഈ കഴിഞ്ഞ മാസം ചേർന്ന ഈ മെഡിക്കൽ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ യോഗത്തിന് ശേഷം ഏതാനും ചില സ്ഥലങ്ങളിൽ ഫ്ലെക്സ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. കുളങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ ശുചീകരണ പ്രവർത്തനം നടത്തിയിരുന്നു. അതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടർന്നങ്ങോട്ട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ഇടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നു എന്നതും ഒഴിച്ചു കഴിഞ്ഞാൽ വേണ്ടത്ര ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരി പ്രശാന്ത്, തുടരുക. നമുക്കിപ്പോൾ കോഴിക്കോട് നിന്ന് ശിവദാസ് കന്മനം കൂടി ചേരുന്നുണ്ട്. ശിവദാസ്, വലിയ രീതിയിൽ ആശങ്ക പടർത്തിക്കൊണ്ടാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത്. പലരുടെയും ജീവൻ നഷ്ടമായി കഴിഞ്ഞു. ഇപ്പോഴും ഉറവിടം കണ്ടെത്തുന്നില്ല എന്ന് മാത്രമല്ല, കാര്യക്ഷമമായ ഒരു ഇടപെടലും നടത്തുന്നില്ല. അതിലേറെ ഗൗരവതരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ വാട്ടർ അതോറിറ്റി വെള്ളം ശേഖരിക്കുന്ന ജലാശയങ്ങളുടെ കാര്യത്തിൽ പോലും ഒരു കൃത്യത ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം മലബാർ ജില്ലകളിൽ ആകെ നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിരവധി പേർക്കാണ് ഈ അസുഖം ബാധിക്കുന്നത്. നിരവധി പേർ മരിച്ചു. അതായത് ഈ ഒരു മാസത്തിനിടെ മാത്രം 6 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇത്രയും മരണസംഖ്യ ഉണ്ടായിട്ട് പോലും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതായത് കൃത്യമായൊരു ഇടപെടൽ, ഒരു ക്ലോറിനേഷൻ നടപടിയോ മറ്റു പ്രതിരോധ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ കാര്യക്ഷമമായി നടത്തുന്നില്ല. ആരോഗ്യമന്ത്രി പോലും ഈ മലബാർ ജില്ലകളിലേക്ക് ഒന്നും തന്നെ, അതായത് ഈ കോഴിക്കോട് ആണ്, ഈ മെഡിക്കൽ കോളേജിലാണ് കൂടുതലും രോഗികൾ ഉള്ളത്. ഈ ഭാഗങ്ങളിലേക്കൊന്നും തന്നെ വരികയോ DMOയോ അടക്കമുള്ള ആരോഗ്യ വിദഗ്ധരുമായി ഒരു ചർച്ചയോ ഒന്നും തന്നെ നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയൊരു ആശങ്കയിലാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ രീതിയിൽ തന്നെ ആശങ്കപ്പെടുത്തിക്കൊണ്ടാണ് മലബാറിലെ പ്രധാന ജില്ലകളിലൊക്കെ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ 6 മരണം. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ പോലും 11 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ചെറിയ കുട്ടികളടക്കം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 3 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. 9 വയസ്സുകാരിയായ പെൺകുട്ടി മരിച്ചു. അതോടൊപ്പം തന്നെ യുവാക്കളും മരിച്ച ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ മരണസംഖ്യ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പോഴും കൃത്യമായൊരു ഗൗരവത്തോടെ ആരോഗ്യവകുപ്പ് ഈ രോഗത്തെ കാണുന്നില്ല. ഇപ്പോഴും ചില ആളുകൾക്ക്
നിരവധി ആളുകൾക്ക് ഈ രോഗം ബാധിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. എന്നിട്ടും ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു പരിശോധന പോലും നടത്തുന്നില്ല. പ്രത്യേകിച്ച് ഈ വെള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഈ രോഗം പിടിപെടുന്നത്. ഈ വെള്ളം പരിശോധിക്കാനുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ക്ലോറിനേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. താഴെ തട്ടിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകുന്നില്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നിർജ്ജീവമായി തുടരുകയാണ്. ഈ മരണസംഖ്യ ഉയരുന്നത് തന്നെ ജനങ്ങളിൽ വലിയൊരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലബാറിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു അമീബിക്. അതെ, ശരി ശിവദാസ്. എന്തായാലും അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ്. ആരോഗ്യവകുപ്പിന് ഇതുവരെ കൃത്യമായ ഒരു ഉറവിടം കണ്ടെത്താനാകാത്തതും കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്തതും വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്.